എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നറിയില്ല. അതാണ് പ്രശ്നമെന്നാണ് വിനായകൻ പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടിക്കൊപ്പം കളകാലം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തേക്ക് വന്നതിന് ശേഷം വിനായകനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇൻ്റർവ്യൂസിലൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്, സിനിമയിൽ ഓരോ ആളുകളോടും ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ വിനായകൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വിനായകന് പറ്റിയിരിക്കുന്ന വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഞരമ്പിലൊരു ക്ഷതമേറ്റിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട്, നമുക്കറിയാം റീൽസ് കണ്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നു. അതിൽ ഓരോ കഥാപാത്രങ്ങളും വീണ്ടും പഴയ ലുക്കിലേക്ക് അത് വീണ്ടും വരുന്നു. അപ്പോൾ അങ്ങനെ വിനായകൻ ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഘടന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനായകന് എന്തോ ഒരു അപാകത പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ഒരു ഞരമ്പിൽ ക്ഷതമേൽക്കുന്നു. ആ ഒരു ക്ഷതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിരുന്നു നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ അയാളുടെ ബോഡി തന്നെ, അയാളുടെ ശരീരം തന്നെ എന്നേക്കുമായിട്ട് കിടക്കയിലേക്ക് പോകുന്ന രീതിയിൽ ബലഹീനമായി പോകുന്ന, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്